കോപ്പറേറ്റീവ് സെക്ടറിലെ ഒരു വലിയ തട്ടിപ്പ് കൂടി പുറത്തോട്ട് വരികയാണ്. അത് 2-3 ദിവസമായിട്ട് ഞാനിത് ശ്രദ്ധയ്ക്ക് വീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതെന്തുമാത്രം അതിൻ്റെ വ്യാപ്തി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പ്രതികരിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ബ്രഹ്മഗിരി എന്ന് പറയുന്ന ഒരു ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി CPMകാർ ഫോർമുലേറ്റ് ചെയ്ത ഒരു സൊസൈറ്റിയാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പുൽപ്പള്ളിയിൽ. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു, കേട്ടാൽ വളരെ അട്രാക്റ്റീവാണ്. ഒരുപാട് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി കുറേ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾ കൂടി അങ്ങ് ചെയ്തു. അതായത് അത് അവിടെ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാംസ സംസ്കരണം, അതായത് ഈ കോഴി, ആട്, അതുപോലെ ബീഫ്, അതായത് ചിക്കൻ, മട്ടൺ, ബീഫ്, ഇതെല്ലാം ശരിയായ രീതിയിൽ എടുത്തിട്ട് റെഡിയാക്കി അത് വിപണനം നടത്തുക, എക്സ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഉദ്ദേശത്തോടു കൂടി തുടങ്ങുന്നതാണ്. കോടിക്കണക്കിന് രൂപ ചിലവ് വരുന്നതാണ് എന്ന് പറഞ്ഞു. വലിയ ലാഭം എല്ലാവർക്കും കിട്ടും എന്ന് പറഞ്ഞ് എല്ലാവരെയും ഈ വളരെയധികം അങ്ങ് പ്രീണിപ്പിച്ചു. പിന്നെ ഇവർക്ക് പരിചയമുള്ള ഈ നേതാക്കളൊക്കെ തന്നെ ചെന്ന് കണ്ട് ആരൊക്കെ സർക്കാർ സർവീസിൽ നിന്നൊക്കെ വിരമിക്കാൻ പോകുന്നവർക്ക് കിട്ടുന്ന പെൻഷൻ ഒന്നിച്ച് കമ്മ്യൂട്ടേഷനിൽ കൂടെ കിട്ടുന്ന തുകയുണ്ടല്ലോ, ഇതെല്ലാം കൊണ്ടുവന്ന് അവിടെ നിക്ഷേപിക്കാൻ പറഞ്ഞു. അങ്ങനെ നിക്ഷേപിച്ചു. അവസാനം ഏതാണ്ട് 1 വർഷം കൊണ്ട് അതങ്ങ് പൂട്ടി എന്ന് പറഞ്ഞാൽ ഇതങ്ങ് തീർന്നു. ഈ നിക്ഷേപിച്ചവർക്ക് ആർക്കും പണം കിട്ടിയിട്ടില്ല. ഈ എൻ്റെ തുക എത്ര എന്നറിയോ ഈ തട്ടിച്ചുകൊണ്ട് പോയത്? ഇതുവരെയുള്ള കണക്കനുസരിച്ച് 120 കോടി രൂപയാണ്. ആ 120 കോടി രൂപയ്ക്ക് എടുത്ത ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അവർ കരഞ്ഞുകൊണ്ട് പറയുന്നത് ഇന്നലെ കേട്ടു. അതായത് അവരുടെ മകളുടെ കല്യാണം അവർക്ക് നടത്താൻ വേണ്ടിയാണ് അവർ ഈ തുക കൊടുത്തിരുന്നത്. അത് ഈ നല്ല ലാഭവിഹിതം കിട്ടുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു 2 മാസത്തിനകത്ത് എനിക്ക് കാശ് വേണം. അതിനെന്താ, ഒരു 15 ദിവസത്തിന് മുമ്പൊന്ന് പറഞ്ഞേച്ചാൽ മതി, കാര്യം റെഡിയാന്ന് പറഞ്ഞു. ഇവർ കയറി ഇറങ്ങി അവരുടെ ചെരുപ്പുകൾ പൊട്ടി, ചെരുപ്പുകൾ തേഞ്ഞു. പക്ഷെ പണം കിട്ടിയില്ല, അവർക്ക് ഒന്നും കിട്ടിയില്ല. അവസാനം ആ സ്ത്രീ ഉണ്ടല്ലോ 14 ലക്ഷം രൂപ ആരുടെ പലരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയാണ് അവരുടെ മകളുടെ കല്യാണം നടത്തിയതെന്ന് പറഞ്ഞ് അവർ കരയുന്നു. അവർ പറയുന്നത് എന്താ അറിയാം, അവരുടെ സങ്കടം. അവരുടെ മകളുടെ കല്യാണം അവർക്കൊരു സ്വപ്നമായിരുന്നു. അത് അവരുദ്ദേശിക്കുന്ന പോലെ നടത്താൻ പറ്റിയില്ല. അവർക്ക് ആളുകളെ വിളിക്കാൻ പറ്റിയില്ല, അവരുടെ ബന്ധുക്കളെയെല്ലാം പങ്കെടുപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഈ സ്ത്രീ കരയുകയാണ്. ഇന്ന് വേറൊരാൾ ആൻസി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കരച്ചിൽ ഇന്ന് കാണുന്നു. അവർ വളരെ ലക്ഷക്കണക്കിന് രൂപ ഇതിനകത്ത് അവർ ഡെപ്പോസിറ്റ് ചെയ്തു. അതുമാത്രമല്ല, അവർ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു അനുഭാവിയാണ്. ഈ പാർട്ടി നേതാക്കളൊക്കെ പറഞ്ഞത് കേട്ടുകൊണ്ട് അവർ ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പണം ഇട്ടത് മാത്രമല്ല, അവർ കുറേ പേരെ കൊണ്ട് ഈ പണം ഇടിയിപ്പിച്ചു അതിൽ കേട്ടോ. എല്ലാവരുടെയും പൈസ പോയി. ഇതെങ്ങോട്ട് പോകുന്നു? ഈ പണം അങ്ങ് വായുവിലേക്ക് ലയിച്ചു പോവുകയല്ല, ഈ പണം ഓരോരുത്തന്മാരെടുത്തുകൊണ്ട് പോയി തിന്നുകയാണ്. ഇത് ചില്ലറയൊന്നുമല്ല. ഇവർ ഇതേപോലെ കരുവന്നൂർ ബാങ്ക് നമ്മൾ കണ്ടല്ലോ, അവിടുത്തെ തട്ടിപ്പിൻ്റെ വ്യാപ്തി. അതുപോലെ ഈ രാഷ്ട്രീയക്കാർ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് കേട്ടോ. അതിലേറ്റവും കൂടുതൽ CPMൻ്റെയാണ്. അതിൻ്റെ കാരണം അവർ ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ടാണ്. അവർക്ക് വിശ്വാസ്യത കൂടും. ആ വിശ്വാസ്യത കൂടുന്തോറും കൊള്ളയുടെ വ്യാപ്തി കൂടും, മോഷണത്തിൻ്റെ വ്യാപ്തി കൂടും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരൊക്കെ കൂടെ ചേർന്നിട്ട് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ആ രംഗം, അതായത് കോപ്പറേറ്റീവ് സെക്ടർ ഉണ്ടല്ലോ, അത് നശിപ്പിച്ചു കഴിഞ്ഞു. ഒരു കാലത്ത് ഈ പ്രസ്ഥാനം കൊണ്ട് ഒരുപാട് ഉപയോഗം ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വിശ്വാസ്യത മുഴുവൻ തകർത്ത് ഇന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഓടും. ഇപ്പോൾ ഇന്നലെ തന്നെ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഒരു 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 ലീഗൽ, അതായത് ഒരു കൺസൾട്ടേഷന് വേണ്ടി വന്നതാണ്. പറഞ്ഞതെന്ന് പറഞ്ഞാൽ അയാളുടെ മദറിൻലാക്ക് ആ സ്ത്രീ, അതായത് അയാളുടെ ഭാര്യയുണ്ട്, അവരുടെ അമ്മയുടെ പേരിൽ ഏതാണ്ട് ഒരു 26 ലക്ഷം രൂപ കിടപ്പുണ്ട് കേട്ടോ. പക്ഷെ അത് കിട്ടുമെന്ന് പറയാൻ ഒക്കത്തില്ല സാറേ, അമ്മ മരിച്ചുപോയി. അപ്പോൾ ഈ പൈസ പാർട്ടീഷൻ സഹോദരൻ കൊടുക്കുന്നില്ല, ഇതിൻ്റെ രേഖകളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ആ സഹോദരൻ എന്ന് പറയുന്ന ഒരു മാർക്സിസ്റ്റുകാരനാണ്, ബാക്കി ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ഇത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതെന്ത്, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേസ് കൊടുത്താൽ മതി, കിട്ടും, ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ വീതം നിങ്ങൾക്ക് കിട്ടും, അതിനകത്ത് ഒരു പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ അതിന് പാർട്ടീഷൻ സൂട്ടിന് ഇതായതുകൊണ്ട് കാര്യമില്ല. കാരണം
മൂവബിൾ അല്ലേ, അപ്പം സക്സഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുള്ളൂ, നിങ്ങൾക്ക് അത് കൊണ്ട് കൊടുത്താൽ മാത്രം നിങ്ങളുടെ വീതം കിട്ടും, സക്സഷൻ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അന്നേരം അവർ പറയുന്നത്, സാറേ അത് കിട്ടുമെന്നറിയാൻ വയ്യ. അതെന്താ? ഞാൻ ചോദിച്ചു അതെന്താ? അല്ല, അത് സഹകരണ സംഘത്തിൽ കിടക്കുവാന്ന് ആ കാശ്, കോപ്പറേറ്റീവ്. ഞാൻ പറഞ്ഞു ഇനി ഗോപി വരച്ചുകൊണ്ടാൽ മതി. അപ്പോൾ പിന്നെ ഇനി ഒരുപാട് മെനക്കെടണ്ട, കിട്ടുമ്പോഴാവട്ടെ എന്ന് ഞാൻ പറഞ്ഞു വിടുകയും ചെയ്തു. ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇപ്പോൾ ഇതറിയാം. അതുകൊണ്ട് വഞ്ചിതരാകരുത് ഒരിക്കലും ആളുകൾ. ഇതേപോലെ അപ്പോൾ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലേഡി, അവർ ഇതുപോലെ അവരെ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞ് ഇതേപോലെ കമ്മ്യൂട്ടേഷൻ കിട്ടിയ പണമെല്ലാം കൂടെ അവർ വീട്ടിൽ ചെന്ന് യവന്മാർ വരമിരിക്കും. അതാണ് കാര്യം. ഈ പിരിഞ്ഞു പോകുന്ന ആളുകളെ ഇവർക്കറിയാമല്ലോ, സർവീസിൽ നിന്ന് പിരിയുന്നവരെ. അവർക്ക് കമ്മ്യൂട്ടേഷന് തുക കിട്ടുന്ന കാര്യം യവന്മാർക്കറിയാം. അവിടെ അങ്ങ് കയറി ഇറങ്ങും യവന്മാർ കേട്ടോ. എന്നിട്ട് അവിടെ നിങ്ങൾ ബാങ്ക് കിട്ടാൻ നിങ്ങൾക്ക് 4.5% കിട്ടും. പക്ഷേ നേരെ മറിച്ച് ഇവിടെ ആണെന്നൊക്കെ ഉണ്ടല്ലോ 12% അല്ലെ 14%. ഇഷ്ടംപോലെ ശതമാനം പറയാമല്ലോ. അതിൻ്റെ കാരണം എന്താ? ഇത് തിരിച്ചു കൊടുക്കാനുള്ള പൈസ അല്ല. അതുകൊണ്ട് ഇഷ്ടമാതിരി ശതമാനം പറയാം. പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോവും. വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടല്ലോ 5 പൈസ കിട്ടത്തില്ല. അവർ ആ സഹോദരി ഉണ്ടല്ലോ, എൻ്റെ ക്ലാസ്മേറ്റാണ്, അവർ ഇപ്പോഴും നടക്കുകയാണ്. അപ്പം എൻ്റെ ക്ലാസ്മേറ്റ് ആകുമ്പോൾ എത്ര വയസ്സുണ്ടെന്നറിയാമല്ലോ. ഇപ്പോൾ അവർക്ക്, എനിക്ക് 69, എന്നെ കഴിയുമ്പോൾ 1 വയസ്സെങ്കിലും മൂത്തതാണ് അവർ. 70 വയസ്സ് പ്രായമുള്ള ഒരു വനിതയാണ്. അവർ ഇപ്പോഴും നടക്കുകയാണ്. യഥാർത്ഥത്തിൽ വൃദ്ധ നടക്കുകയാണ്. ഈ പൈസയ്ക്ക് കിട്ടത്തില്ല, അവന്മാർ കൊടുക്കത്തില്ല. കേസ് കൊടുത്തു, അവാർഡ് കോപ്പറേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന്, അത് കോപ്പറേറ്റീവ് ആദ്യം അസിസ്റ്റൻ്റ് രജിസ്ട്രാറുടെ കയ്യിൽ നിന്നുള്ള അവാർഡ്, ആർബിട്രേഷൻ അവാർഡ് കിട്ടി. അത് കൊണ്ടുവന്നപ്പോൾ യവന്മാർ അതിനെതിരെ കോപ്പറേറ്റീവ് ട്രിബ്യൂണലിൽ പോയി. അവിടെ അതിൻ്റെ പുറയിൽ ഈ പാവം പോയി അവിടെയും കേസ് ജയിച്ചു. പക്ഷേ കാശ് കിട്ടത്തില്ല. കാരണം എന്താണെന്നറിയോ? എവിടെന്നെങ്കിലും ഇവരുടെ അടുത്ത് അവസാനം പറയുന്നത് എന്തോന്നറിയോ? നിങ്ങൾ ആരെങ്കിലും വളച്ച് റെഡിയാക്കി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യിപ്പിച്ചാൽ അതിൽ നിന്ന് ഒരു വീതം തരാമെന്ന്. അതായത് ഇവരും കൂടി മോഷണത്തിന് കൂട്ടു നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വീതം കൊടുക്കാമെന്ന്. അങ്ങനെയാണ് ഇവന്മാർ ചെയ്യുന്നത്. ആരും പൈസ ഇതുപോലെ ഇങ്ങനെയുള്ള കള്ളന്മാർ ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ പൈസ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പോക്കാണ്, 5 പൈസയും കിട്ടത്തില്ല. യവന്മാർ വീട്ടിൽ വന്ന് ഇത് ക്യാൻവാസ് ചെയ്യുമ്പോഴേ മനസ്സിലാക്കണം, നിങ്ങളുടെ പണം നിങ്ങൾക്ക് കിട്ടുന്നത് മതിയെന്ന് വെച്ചോളൂ. അതായത് ഒന്നാമത് പലിശ വാങ്ങിക്കുന്നതിന് ഞാനെതിരാണ്. അതുകൊണ്ട് എനിക്ക് ഈ പ്രശ്നം ഉണ്ടാവത്തില്ല, എൻ്റെ 5 പൈസയും പോകത്തില്ല. അപ്പോൾ അത് നിങ്ങൾ നാഷണലൈസ്ഡ് ബാങ്കിൽ നിക്ഷേപിച്ചോളൂ. ഒന്നുമില്ലല്ലോ, നമ്മുടെ സർക്കാരിൻ്റെ ബാങ്കാണ്. അതായത് ഇതുപോലെ കേരള ബാങ്കല്ല ഞാൻ പറഞ്ഞേ, നാഷണലൈസ്ഡ് ബാങ്കിൽ നിക്ഷേപിക്കണം. അതാണെങ്കിൽ ഒരു പ്രശ്നവും വരുന്നില്ല. ഷെഡ്യൂൾഡ് ബാങ്ക് ആണെങ്കിൽ പോലും വലിയ കുഴപ്പമില്ല, നോക്കാം, ചെയ്യാവുന്നത് കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെ വഞ്ചിതരായ ഒരുപാട് ആളുകൾ, ഈ ആൻസി അവസാനം കയറി ഇറങ്ങിയിട്ടുണ്ടല്ലോ, ആ സഹോദരി കയറി ഇറങ്ങി ഇവിടെ കഴിഞ്ഞ 2 വർഷമായിട്ട് അവിടെ കയറി വരമിരുന്ന് അവസാനം 7 ലക്ഷം രൂപ തിരികെ കിട്ടി. അവരുടെ പണമല്ല കിട്ടിയത്. അവരെന്തെന്നറിയാം, ആ പണം അവർ പറഞ്ഞ് ഡെപ്പോസിറ്റ് ചെയ്യിപ്പിച്ച ആളുകൾക്ക് വീതിച്ചു കൊടുത്തു. അവർ പറയുന്നത് ഞാൻ വിശ്വസിച്ചു പോയി എന്നിരുന്ന് പറയുന്നവരുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാണ്. അപ്പോൾ ഇതുപോലെ എത്ര പേരാണ്? 120 കോടി രൂപയാണ് ഒരു ചെറിയ സ്ഥലത്തുനിന്ന് യവന്മാർ അടിച്ചെടുത്തേക്കുന്നത്. ഇതുപോലെ വ്യാപകമായ കൊള്ളയാണ് നടക്കുന്നത്. അതായത് ഇത് നോക്കണം, ബ്രഹ്മഗിരി, ഈ പ്രോജക്റ്റ് ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന, അത് ഏഷ്യാനെറ്റ് അതിന് കൊടുത്ത ഹെഡിങ് എന്താണെന്നറിയാം, ക്യാപ്ഷൻ നല്ലതാണ്, ബ്രഹ്മാണ്ഡ തട്ടിപ്പെന്നാണ്. ബ്രഹ്മാണ്ഡ തട്ടിപ്പ് തന്നെയാണ്, ഒരു സംശയമില്ല. ഇതേപോലെ തട്ടിപ്പിൽ ആരും കുരുങ്ങരുത് കേട്ടോ. നിങ്ങളുടെ ആരുടെ ഈ പണമുണ്ടോ അതിന് കുറേ പേര് നോക്കി നടക്കും. അതായത് ഈ പ്രൈവറ്റ്, അതായത് ഈ മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞ, അതായത് ബാങ്കിങ് സ്ഥാപനം നടത്തുന്നു എന്ന് പറയപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അവന്മാർ കയറി ഇറങ്ങും, അവന്മാർ ഏജൻറ്റിനെ അയക്കും നിങ്ങളുടെ അടുത്ത്, നിങ്ങൾക്ക് 17% പലിശ തരാമെന്ന് പറയും. അത് വേണ്ട, നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയണം, പൊക്കോളാൻ പറയണം, പറഞ്ഞു വിട്ടേക്കണം. അവനെയൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഇതെല്ലാം മുഴുവൻ അവന്മാർ കൊണ്ടുപോകും. ഇപ്പോൾ അവന്മാരെക്കാൾ കൂടുതൽ ഉള്ള തട്ടിപ്പാണ് ഈ കോപ്പറേറ്റീവ് സഹകരണ രംഗത്തേക്ക് വന്നേക്കുന്നത്. അത് വളരെ കഷ്ടമാണ്. ആ രംഗം തന്നെ ഇവരെ നശിപ്പിച്ചു എല്ലാവരും കൂടെ. അതിൽ നിന്ന് ആളുകൾ തിരിച്ചറിയണം, ജാഗരൂകരായിരിക്കണം.